ഹലോ, ഇന്ന് ത്രിപുര ഉത്തരമായിട്ട് വരുന്ന ഒരു 10 ചോദ്യങ്ങൾ പഠിച്ചാലോ? ഒന്നാമത്തെ ചോദ്യം, 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട, അതായത് ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട, അതായത് ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. രണ്ടാമത്തെ ചോദ്യം, ഗോവയും സിക്കിമും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ മൂന്നാമത്തെ സംസ്ഥാനം. രണ്ടാമത്തെ ചോദ്യം, ഗോവയും സിക്കിമും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ മൂന്നാമത്തെ സംസ്ഥാനം. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ രണ്ടാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ രണ്ടാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം, പോലീസ് സേനയിൽ വനിതകൾക്ക് 10% സംവരണം അനുവദിച്ച സംസ്ഥാനം. പോലീസ് സേനയിൽ വനിതകൾക്ക് 10% സംവരണം അനുവദിച്ച സംസ്ഥാനം. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം. ആറാമത്തെ ചോദ്യം, കോക്കനട്ട് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കോക്കനട്ട് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഏഴാമത്തെ ചോദ്യം, രുദ്രസാഗർ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന സംസ്ഥാനം. രുദ്രസാഗർ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന സംസ്ഥാനം. എട്ടാമത്തെ ചോദ്യം, ഉജ്ജയിന്ത കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉജ്ജയിന്ത കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഒമ്പതാമത്തെ ചോദ്യം, ഉനക്കോടി തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉനക്കോടി തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിലെ സപ്ത സഹോദരിമാരിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഇന്ത്യയിലെ സപ്ത സഹോദരിമാരിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരവും ത്രിപുരയാണ്. നമുക്ക് ഒന്നുകൂടെ ചോദ്യം ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ചോദ്യം, 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട, ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. അതായത് 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട, ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഗോവയും സിക്കിമും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ മൂന്നാമത്തെ സംസ്ഥാനം. ഇന്ത്യയിലെ രണ്ടാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. പോലീസ് സേനയിൽ വനിതകൾക്ക് 10% സംവരണം അനുവദിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം. കോക്കനട്ട് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. രുദ്രസാഗർ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന സംസ്ഥാനം. ഉജ്ജയിന്ത കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉനക്കോടി തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ സപ്ത സഹോദരിമാരിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഇതിനെല്ലാത്തിൻ്റെ ഉത്തരം ത്രിപുരയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.